PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ നമ്മൾ വിളിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് ഇൻസിഡൻസ്, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഓർമ്മകളിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ട്രോമകൾ നമ്മൾ വിളിക്കും. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരുപാട് അസുഖങ്ങൾക്ക്, ഏകദേശം ശാരീരിക അസുഖങ്ങൾ 8ഓളം ശാരീരിക അസുഖങ്ങൾക്ക്, നിങ്ങളുടെ ഹൃദയാരോഗ്യം അടക്കമുള്ള ശാരീരിക അസുഖങ്ങൾക്ക്, അതേപോലെ തന്നെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരുപാട് നിങ്ങളുടെ ലൈഫിന് ഒരു ജയിലിൻ്റെ അകത്താക്കാൻ ശേഷിയുള്ളതാണ് ഈ ട്രോമകൾ എന്നുള്ളത്. ഈ ട്രോമകളെ എഫക്റ്റീവായിട്ട് ഹീൽ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, സാമ്പത്തികപരമായിട്ടും എക്കണോമിക് ട്രോമകൾ, മണി ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളെ പൈസ പറ്റിച്ചു പോയി, അതിൻ്റെ ആ ട്രോമ ഹീലായിട്ടില്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പൈസ മാനേജ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ആവശ്യത്തിന് പുരോഗതി കൊണ്ടുവരാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് നഷ്ടമാവും. നിങ്ങളുടെ ചിന്തകളിൽ ഓട്ടോമാറ്റിക്കലി ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ ഈ ട്രോമകൾ, അതിന് റിലേഷൻഷിപ്പ് ട്രോമകൾ, പലപ്പോഴും ചൈൽഡ്ഹുഡ് അബ്യൂസ്, ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്നേഹം കിട്ടിയിട്ടില്ല, ചൈൽഡ് നെഗ്ലക്റ്റ് സിൻഡ്രോം നമ്മൾക്ക് പറയും. ആ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല. എപ്പോഴും എന്നെ ഒറ്റപ്പെട്ടു പോവുക, എല്ലാവരും എന്നെ ഒഴിവാക്കി പോവുകയോ, ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ള ഫീലിംഗ് കാരണം എപ്പോഴും നിങ്ങൾ റിലേഷനിൽ താന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ റിലേഷൻഷിപ്പ് ട്രോമകൾ ഹീൽ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഹെൽത്തി റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അസുഖങ്ങളുടെ കാര്യത്തിലും നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും വന്ന് പറയാറുള്ളൊരു സംഭവമാണ്, എനിക്ക് 20 വർഷം അല്ലെങ്കിൽ 30 വർഷത്തോളം ഉണ്ടായ അസുഖമാണ്, ഇതൊന്നും ഇനി മാറില്ല. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഓരോ വർഷവും മാറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ശരീരം 2023 മോഡലാണ്. പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. നമ്മുടെ വയറ് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ശരീരം എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റേ അല്ല. അതൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം മാത്രമാണ് അസുഖങ്ങൾ മാറാതിരിക്കാനുള്ള കാരണമായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ്. ഇതിനെ എഫക്റ്റീവായിട്ട് ഹീൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എത്തിപ്പിടിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. EFTയിൽ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ നമ്മൾ ഓരോ ട്രോമകളും എടുത്ത് വളരെ എഫക്റ്റീവായിട്ട് ഹീൽ ചെയ്യും. അതിന് EFT EMDR എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മുടെ ബ്രെയിനിലെ 2 ഭാഗങ്ങളുണ്ട്, റൈറ്റ് ലെഫ്റ്റ്, ഇടതും വലതും ബ്രെയിന് പ്രത്യേകം ഏരിയാസ് ഉണ്ട്. ഇതിന് രണ്ടിനെയും എഫക്റ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ട്രോമകളെ പതുക്കെ നിങ്ങളറിയാതെ തന്നെ റീഇംപ്രിൻറ്റിങ് മെത്തേഡ്സ് നമ്മൾ വിളിക്കും, അതുവഴി ഹീൽ ചെയ്യാൻ സാധിക്കും. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും EFT കഴിഞ്ഞ് ഇറങ്ങുന്നവർ പറയുന്ന ഒന്നാണ്, ഇത്രയും കാലം നമ്മുടെ ലൈഫിൽ എനിക്കിത് അറിയാൻ പറ്റിയില്ലല്ലോ, ഇപ്പോഴാണ് ലൈഫ് തുടങ്ങുന്നത് എന്നുള്ളത്. നമ്മുടെ ഒരുപാട് തലയിൽ നിന്നും ഭാരം ഇറക്കി വെച്ചൊരു ഫീലിംഗ്, അനാവശ്യമായിട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ നിന്നും അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്കെത്തുന്നു. അതാണ് EFT EMDRൽ നമ്മൾ ചെയ്യുന്നത്. ട്രോമകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും ട്രോമകളുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ടോക്സിക് റിലേഷൻസിൽ വീണ്ടും ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കും. ചില ആളുകൾ അവരുടെ ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. പക്ഷെ അത് അവർ മനസ്സിലാക്കില്ലത് ട്രോമ കാരണമാണ്, എൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന ട്രോമകളായിരുന്നു ഇതിൻ്റെ കാരണം എന്നുള്ളത്. അവർ കാരണമായിട്ട് ബാക്കിയുള്ളവരെ, സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ, പാർട്ട്ണറെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ കാരണമാണ്, എൻ്റെ ജോലി ശരിയില്ല, ജോലി എപ്പോഴും ടെൻഷനാണ്. ജോലിയല്ല നിങ്ങളുടെ ടെൻഷനും പ്രശ്നങ്ങൾക്കും കാരണം, നിങ്ങളുടെ ബ്രെയിൻ വയറിങ് ആണ്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുള്ള എക്സാമ്പിൾസാണ്, അതിനുള്ള മാതൃകകളാണ് EFT മെൻറ്ററിൽ നിന്നും EFT കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും.